ആരാകും AI അല്ലെങ്കിൽ ആത്മനിർഭർ ഇൻവെസ്റ്റർ നിങ്ങൾക്കായി വീണ്ടും എത്തിയിരിക്കുന്നു. ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ പബ്ലിക്കിൽ നിന്ന് ഞങ്ങൾ 2 പേരുടെ ഒരു ജോഡിയെ തിരഞ്ഞെടുക്കും. അതിനുശേഷം ഞങ്ങൾ അവർക്ക് ഈ AI ബലൂണുകൾ നൽകും. ഞങ്ങൾ അവരോട് ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ആരാണോ ശരിയായ ഉത്തരം നൽകുന്നത് അവർക്ക് ഈ AI ബലൂൺ പൊട്ടിക്കാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ വരൂ, നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നിവിടെ നമ്മോടൊപ്പം ഒരു മകളുടെയും അച്ഛന്റെയും ഒരു അടിപൊളി ജോഡിയുണ്ട്. നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ 2 പേരിൽ ആരുടെ ഡയലോഗാണ് അങ്ങ് നടക്കുമെന്നേ? അപ്പോൾ ഈ റൗണ്ട് ജയിച്ചത് റിയയാണ്. റിയ, ബലൂൺ പൊട്ടിച്ചോളൂ. അപ്പോൾ വരൂ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളിൽ ആരാണ് പേയ്മെന്റ് വൈകിപ്പിക്കുന്നത് എന്നിട്ട് പെനൽറ്റി അടയ്ക്കുകയും ചെയ്യുന്നത്? അച്ഛൻ എപ്പോഴും മറന്നുപോകും. പിന്നെ അമ്മയോ ഞാനോ ഓർമ്മിപ്പിക്കേണ്ടി വരും. പക്ഷേ റിയ കാര്യത്തിൽ മിടുക്കിയാണ്. സോ സ്വീറ്റ്. റിയ, ഈ റൗണ്ടും താൻ ജയിച്ചിരിക്കുന്നു. ബലൂൺ പൊട്ടിച്ചോളൂ. ഇതെന്താ? മറ്റൊരു ചോദ്യം കൂടി. നിങ്ങൾ 2 പേരും ചേർന്ന് ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലി ചെയ്യേണ്ടി വന്നാൽ നിങ്ങളിൽ ആരാണ് അത് പ്ലാനിങ്ങും തയ്യാറെടുപ്പോടും കൂടി ചെയ്യുന്നത്? ഓഫ് കോഴ്സ്, എന്റെ മോൾ. ഓരോ കാര്യത്തിലും അത്രയേറെ ഡീറ്റെയിലിംഗ് ഉണ്ട്. സോ സ്വീറ്റ്. അപ്പോൾ റിയ, ഈ റൗണ്ടും താൻ ജയിച്ചിരിക്കുന്നു. 3-ൽ 3. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ബലൂൺ പൊട്ടിച്ചോളൂ. വാവ്, ആത്മനിർഭർ ഇൻവെസ്റ്റർ. ശരിയാണ്. അപ്പോൾ റിയ, താൻ മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, ബോണ്ട്സ് എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? അച്ഛന് തീരെ സമയം കിട്ടാറില്ല. അച്ഛന് സമയം കിട്ടിയില്ലെങ്കിൽ എന്താ, തനിക്ക് സ്വയം ചെയ്യാമല്ലോ. സ്ത്രീകൾ ഇനി മടിച്ചു നിൽക്കില്ല. അവർ ആത്മനിർഭരരാകും. കാരണം ഒരു ഇൻവെസ്റ്റർ ആകാനുള്ള എല്ലാ ഗുണവും തനിക്കുണ്ട്. ശരിയല്ലേ? ശരിയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ 20% ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് വനിതകളാണ്. എന്താ നിങ്ങൾക്കും AI, അതായത് ആത്മനിർഭർ ഇൻവെസ്റ്റേഴ്സ് ആകാൻ താല്പര്യമുണ്ടോ?